ഓണം ഒരു മാനസികാവസ്ഥയാണ്. ഓണം കേവലം ഒരു ആഘോഷമല്ല. ഓണം മനസ്സിൻ്റെ ഒരു ഭാവമാണ്, മനസ്സിൻ്റെ ഒരു ഈണമാണ് ഓണം. അതുകൊണ്ട് അതിന് സ്ഥലകാല ഭേദങ്ങളില്ല. എപ്പോഴും മനസ്സിൽ ഓണമായിരിക്കണം. മനുഷ്യന്മാർക്കിടയിൽ മുമ്പൊരു കാലത്തുമില്ലാത്ത വിധം വിരോധങ്ങൾ, വെറുപ്പ്, വിദ്വേഷങ്ങൾ ഒക്കെ ഉണ്ടായി വരുന്ന ഒരു കാലമാണ്. അതിനെ നമ്മളായിട്ട് തന്നെ ചെറുത്ത് തോൽപ്പിക്കണം. മനുഷ്യരെന്ന നിലയിൽ, ഇന്ത്യക്കാരെന്ന നിലയിൽ, മലയാളികൾ എന്ന നിലയിൽ, ഉത്തരവാദപ്പെട്ട പൗരന്മാരെന്ന നിലയിൽ, പൗരകളെന്ന നിലയിൽ അത് നമ്മുടെ ബാധ്യതയാണ്. എല്ലാ അർത്ഥത്തിലും വൈരവിദ്വേഷങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് നാം സ്വീകരിക്കണം. ഇന്നത്തെ ലോകത്തിന് ഏറ്റവും വലിയ ആവശ്യം അതാണ്. ഓണം ഒരു മനസ്സാണ്. ഓണം വെറുപ്പിനെതിരായ സന്ദേശമാണ്. ഓണം വിശാലമായ മൈത്രിയാണ്. ഓണം താഴ്ത്തപ്പെട്ടവൻ്റെ ആഘോഷമാണ്. ഓണം ചവിട്ടി താഴ്ത്തപ്പെടുന്നവരുടെ ആഘോഷമാണ്. അതാണ് മാവേലി. മാവേലി ഒരു വേഷമല്ല, മാവേലി ഒരു അടയാളമാണ്. ആ വേഷത്തിനകത്ത് വലിയൊരു അടയാളമുണ്ട്. അസുരന്മാരുടെ രാജാവാണ് മാവേലി. അസുരന്മാരുടെ രാജാവിൻ്റെ പേരിലുള്ള ആഘോഷമാണ് ഈ കൊണ്ടാടുന്നത്. മാവേലി ഉയർന്നു നിന്ന ആളല്ല, മാവേലി ചവിട്ടി താഴ്ത്തപ്പെട്ട ആളാണ്. എന്നിട്ടും മാവേലിക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നത്, മാവേലി മനുഷ്യരെ ഒന്നായി കണ്ടു, മനുഷ്യർക്ക് ക്ഷേമമായത് ചെയ്തു. ആ പഴയ മാവേലി പാട്ടുണ്ട്. മാവേലി നാട് വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ആപത്തങ്ങാർക്കൊട്ടില്ലതാനും. ആർക്കും ആപത്തില്ല, ആർക്കും വിഷമല്ല, ആർക്കും പ്രയാസമില്ല. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് ആർക്കും ഒരാധിയില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കുട്ടികൾ മരിച്ചിരുന്നില്ല. ആദികൾ വ്യാധികളൊന്നുമില്ല, ബാലമരണങ്ങൾ കേൾപ്പാനില്ല. ബാലമരണങ്ങൾ കേൾപ്പാനില്ല, കുട്ടികൾ മരിച്ചിരുന്നില്ല. മാവേലി നാട് ഭരിച്ചിരുന്ന കാലത്ത് കുട്ടികൾ മരിച്ചിരുന്നില്ല. ഇന്ന് മരണമല്ല, കൊല്ലുകയാണ്. വീട് തന്നെ കുട്ടികൾക്ക് കൊലപാതകത്തിൻ്റെ ഇടമായി തീരുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സ്നേഹം പരത്താൻ കഴിയട്ടെ. ഓണം മലയാളിയുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ പോരാ, ഒരു മാനസികാവസ്ഥയാണ്. ഓണത്തോട് ബന്ധപ്പെട്ട് മലയാളത്തിലുള്ള വാക്കുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഓണപ്പൂവ്, ഓണത്തുമ്പി, ഓണത്തുമ്പ, ഓണക്കിളി, ഓണക്കളി, ഓണവില്ല്, ഓണത്തല്ല്, ഓണപ്പാട്ട്, ഓണപ്പൊട്ടൻ, ഓണപ്പുടവ, ഇത് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ആഘോഷമാണ്. കൃഷി, വിളവ്, തമ്പ്രാൻ, തിരുമുൽക്കാഴ്ച, കാരണൂര്, ഇതൊക്കെ ഓണത്തിലുണ്ടായിരുന്നു ഈ വാക്ക്. മാവേലി വരുമ്പോൾ തന്നെ പൂക്കളം ഒരുക്കിയിട്ടാണ് സ്വീകരിക്കുന്നത്. ഓണസദ്യ, അതൊക്കെ തന്നെ ഏറ്റവും കേമുള്ളത്. ഇന്നും ഏറ്റവും വലിയ വിഭവം ഓണസദ്യയിലെ വിഭവങ്ങളാണ്. അങ്ങനെയുള്ള ഓണം പരസ്പര ബന്ധങ്ങളിലേക്ക്, വ്യക്തികൾ, കുടുംബങ്ങൾ, സമുദായങ്ങൾ, പരസ്പരം മൈത്രി, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ, ആ ഇന്ത്യ പഠിപ്പിക്കുന്നത് എപ്പോഴും സൗഹൃദമാണ്, മൈത്രിയാണ്. ഇന്ത്യയുടെ സംസ്കാരം എല്ലാം കലർന്നതാണ്. ബഹുസ്വരമാണ് ഇന്ത്യ. വിവേചനങ്ങളില്ലാത്ത ഒരു കാലം, ആരും ആരെയും ആക്രമിക്കാത്ത ഒരു കാലം. ആ കാലത്തെ സൃഷ്ടിക്കണം. അതാണ് നമുക്കിന്ന് വേണ്ടത്. ഇനിയൊന്നു തിരികെ നടക്കണം, ഇനിയൊന്നു തിരികെ നടക്കണം. ഒന്ന് തിരികെ നടക്കണം, കേരളത്തിലെ ആ ഗ്രാമത്തിലേക്ക്, ആ പഴയ ഓണാഘോഷത്തിലേക്ക്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, മരം നിറയെ പൂവുണ്ട്, പൂ പറിക്കാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. ആര്യൻ നെല്ല് വിളഞ്ഞാല് അമ്മ വിരുന്നിന് പോയാല്, ആര്യൻ നെല്ല് വിളഞ്ഞാല് അമ്മ വിരുന്നിന് പോയാല്, ആടിപ്പാടാൻ പോരാമോ പൈങ്കിളിയെ പെണ്ണാളെ. തിരുനക്കര പൂ പോരാഞ്ഞ് തിരുമാന്താം കുന്നിലെത്തിയ തെക്കൻ കാറ്റേ. എവിടുന്നൊന്നും പൂ പോരാഞ്ഞിട്ട് പൂ പറിക്ക തിരുമാന്താം കുന്ന്.
ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൽ വിരിഞ്ഞു നിൽക്കുകയാണ്. മനസ്സിന്ന് വെറുപ്പുകളില്ലാത്ത നല്ല കാലം സൃഷ്ടിക്കാൻ ഓണത്തെ ഉപയോഗിക്കാം, പൂക്കളെ ഉപയോഗിക്കാം. ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ. തുമ്പ വേലിക്ക് പുറത്തുള്ള പൂവാണ്, കാര്യമായി പരിഗണിക്കപ്പെടുന്ന പൂവല്ല. പക്ഷേ ഓണപ്പൂക്കളത്തിലും ഓണത്തിലും വിശേഷപ്പെട്ട പൂവാണ് തുമ്പ. പൂവും പൂക്കാലവുമാണ് ഓണം. ഓണം വസന്തോത്സവമാണ്.